ഇനിയിപ്പോൾ വോട്ടെണ്ണലിലേക്ക് കടക്കുകയാണ്. 4-ാം തീയതിയാണ് എല്ലാവരും കാത്തിരിക്കുന്ന വോട്ടെടുപ്പ് നടക്കുക. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വരിക. 5 ദിവസം മാത്രം ബാക്കി നിൽക്കുന്നു. എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ 5-ലധികം സർവേ ഫലങ്ങൾ പുറത്തു വരും. അതിനുമേറെ പ്രാധാന്യമുണ്ട്. വോട്ട് വൈബ് തെരഞ്ഞെടുപ്പ് ഏജൻസി നടത്തിയ എക്സിറ്റ് പോൾ ഫലമാണ് ന്യൂസ് 8-ൽ കൂടി പുറത്തു വരിക. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുൺ, നമുക്കറിയാം പ്രീ പോൾ സർവേകൾ അതിൽ 2 മുന്നണികൾക്കും കേരളത്തിൽ ഒരുപോലെ ഭൂരിപക്ഷം പ്രവചിച്ച സർവേകൾ ഉണ്ടായിരുന്നു. അതും നേരിയ ഭൂരിപക്ഷമാണ്. ആർക്കും ഒരു സമ്പൂർണ്ണ മേധാവിത്വം പറയുന്ന സർവേകളൊന്നും കാര്യമായി കണ്ടില്ല. ഈ പ്രീ പോൾ സർവേകൾക്ക് ശേഷം ഇപ്പോൾ പോസ്റ്റ് പോൾ സർവേകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ കേരളത്തിലെയൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ബംഗാളിലേത് കഴിയാനായി കാത്തിരിക്കുകയായിരുന്നു. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? 3 മുന്നണികളുടെയും ഒരു കണക്കുകൂട്ടൽ ഈ ഘട്ടത്തിൽ ഏതാണ്ട് ഒരു പൂർണ്ണമായ ഒരു കണക്കുകൂട്ടലിലേക്ക് എത്തിക്കാണുമല്ലോ. എന്താണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്? രഞ്ജിത്ത്, വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം 20 ദിവസത്തെ കാത്തിരിപ്പ്, അതിനൊടുവിലാണ് ഇന്ന് എക്സിറ്റ് പോളുകൾ പുറത്തു വരുന്നത്. ഇനി 5 ദിവസം കൂടി കാത്തിരുന്നാൽ യഥാർത്ഥ ജനവിധിയും അറിയാം. എക്സിറ്റ് പോളുകളെ രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുവെങ്കിലും ആരും പൂർണ്ണമായും അത് അംഗീകരിക്കാൻ തയ്യാറാകില്ല. ആർക്ക് അനുകൂലമായി വന്നാലും എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ തവണയൊക്കെ പല എക്സിറ്റ് പോളുകളും യഥാർത്ഥ ഫലത്തിന് വിരുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും വിശ്വസിക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് പരസ്യമായി പറയാൻ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ തയ്യാറാകില്ല. ഇന്നലെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ മുഹമ്മദ് റിയാസ് ഇന്നലെ പറഞ്ഞത് എക്സിറ്റ് പോളുകളെ വിശ്വസിക്കുന്നില്ല. കാരണം എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ തവണ ശരിയായിരുന്നുവെങ്കിൽ താനൊരു MLA പോലും ആകുമായിരുന്നില്ല എന്ന ചില എക്സിറ്റ് പോളുകളെ വിമർശിച്ചുകൊണ്ട് ഇന്നലെ മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. മറ്റ് നേതാക്കളും, അത് ഇടത് വലത് BJP മുന്നണികളിലെ നേതാക്കളും സമാനമായ നിലപാട് തന്നെ ആകും സ്വീകരിക്കുക. എക്സിറ്റ് പോളുകളിലെ യഥാർത്ഥ ഫലം വരട്ടെ. എങ്കിലും ഈ എക്സിറ്റ് പോളുകളെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എക്സിറ്റ് പോളുകൾ ഇടതുപക്ഷത്തിന് എതിരായി വരുമെന്ന ചില പ്രചരണങ്ങൾ ഇതിനകം തന്നെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് എക്സിറ്റ് പോളുകൾ എതിരായി വരും, എന്നാൽ യഥാർത്ഥ ഫലം അനുകൂലമാകും. ഇതുതന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ.